നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിത്തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വരാഹി അമ്മയ്ക്ക് മുന്നിൽ ചെയ്യുന്ന ശക്തിയാർന്ന ഒരു പരിഹാരമാണ്. ഇത് ഏത് ദിവസം വേണേലും നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ പഞ്ചമി, അഷ്ടമി, അമാവാസ്യ, പൗർണമി എന്നീ തിഥികളിൽ ചെയ്താൽ ബെനിഫിറ്റ് ജാസ്തിയായിരിക്കും. മാത്രമല്ല ഇത് ചെയ്യേണ്ട സമയം എന്നത് രാത്രി 7-നും 8-നും ഇടയ്ക്ക്. ഈ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ ഒരു വൈറ്റ് പേപ്പർ എടുത്തോളുക, വെള്ള പേപ്പർ, ലൈനില്ലാത്ത പ്ലെയിൻ പേപ്പർ, A4 സൈസ്, മനസ്സിലായല്ലോ. അപ്പം എന്നിട്ട് ഈ പേപ്പറിൻ്റെ 4 മൂലയിലും 4 കോർണറിലും നിങ്ങൾ മഞ്ഞൾ വച്ചിട്ട് പൊട്ട് തൊടുക. മഞ്ഞൾ വച്ച് പൊട്ട് തൊട്ട് മംഗളകരമായ ഒരു വിഷയത്തെയാണ് അമ്മയോട് പറയാൻ പോകുന്നത്. ആ വെള്ള പേപ്പറിൽ പെന്ന് നമുക്ക് ഏത് കളർ വേണമെങ്കിലും എഴുതാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. എന്നാൽ ബ്ലാക്ക്, കറുത്ത കളർ മാത്രം ഉപയോഗിക്കാൻ പാടില്ല. അമ്മയുടെ ഒരു ശക്തിയാർന്ന മന്ത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അതായത് ഈ മന്ത്രത്തിന് വന്നിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പവർ ഇരിക്കുന്നുണ്ട്. അതെന്തെന്നാൽ ഈ മന്ത്രം നിങ്ങൾ എഴുതി ഒരേ ടൈമിൽ തന്നെ, ഒരേ നേരത്ത് തന്നെ 10 പ്രോബ്ലംസ്, നിങ്ങളുടെ 10 പ്രശ്നങ്ങൾ കൂടെ നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ്. അതായത് എക്സാമ്പിൾ, കടം തീരണം, എന്നോട് ഗോൾഡ് എനിക്ക് തിരിച്ചു കിട്ടണം, എനിക്ക് ജോലി കിട്ടണം, എനിക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകണം, കല്യാണം നടക്കണം, വീട് വയ്ക്കണം, എക്സെട്ര എക്സെട്ര. മന്ത്രം എഴുതിയിട്ട് ഇങ്ങനെ നിങ്ങളെ പ്രോബ്ലംസ് 1 by 1 ലൈനായിട്ട് എഴുതി വയ്ക്കാവുന്നതാണ്. ഒത്തിരി പവർഫുള്ളായിട്ട് ഇത് വന്ന് നമുക്ക് വർക്കൗട്ട് ആവുന്നതാണ്. ഇത് വന്നിട്ട് ഒത്തിരി ശക്തിയുള്ള ഒരു മന്ത്രം. ഇത് എന്താ ചെയ്യണം വെച്ചാൽ എഴുതിയിട്ട് നിങ്ങളുടെ പൂജാ റൂമിൽ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് വയ്ക്കുക. ശിലയുണ്ടെങ്കിൽ അമ്മയുടെ ശിലയുടെ മുന്നിൽ പാദത്തിലായിട്ട് വയ്ക്കുക. ഫോട്ടോ ഇല്ലാത്തവർ വിളക്കിൻ്റെ അടുത്ത് വയ്ക്കാവുന്നതാണ്, ഒന്നും പ്രോബ്ലം ഇല്ല. ഇനി വിളക്കും കത്തിക്കുന്നില്ല, അന്യസ്ഥലത്താണ്, റൂമിൽ അതിനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തവരാണെങ്കിൽ ഇത് എഴുതിയിട്ട് അമ്മയെ പ്രാർത്ഥിച്ചിട്ട് ഒരു നോട്ട് ബുക്കിൻ്റെ പുറത്ത് വയ്ക്കുക. ഈ പേപ്പറിൽ നമ്മൾ മന്ത്രവും എഴുതി നമ്മുടെ പ്രോബ്ലംസും എഴുതി വെച്ച ഉടനെ തന്നെ ഇതിൻ്റെ ഡിഫറൻസ് വന്നിട്ട് നമുക്ക് മനസ്സിലാവും. അത്രയും പവർഫുള്ള് ഈ മന്ത്രത്തിന് ഇരിക്കുന്നുണ്ട്. ഈ മന്ത്രം എഴുതിയിട്ട് എന്ത് ചെയ്താലും 24 മണിക്കൂറിനുള്ളിൽ, അതായത് 24 അവേഴ്സിനുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ പ്രശ്നം സോൾവായി കിട്ടും, കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. ഇനി ഈ മന്ത്രം എത്ര തവണ ചൊല്ലണമെന്ന് കേട്ടാൽ 1, 2, 3 തവണ ചൊല്ലിയാൽ പറ്റില്ല. കുറഞ്ഞത് 11 തവണ ഈ മന്ത്രം ചൊല്ലണം. കൂടിയത് 48, 108, അത് നമ്മുടെ ഇഷ്ടം പോലെ ചൊല്ലാവുന്നതാണ്. ഇപ്പോൾ ഈ മന്ത്രത്തെ എങ്ങനെ എഴുതണം, എങ്ങനെ ചെയ്യണം എന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത് നോക്കിക്കൊള്ളുക. മന്ത്രം എഴുതിയിരിക്കുന്നു, താഴെ കാര്യവും എഴുതിയിരിക്കുന്നു. അപ്പോൾ മന്ത്രം 11 തവണയാണ് ചൊല്ലേണ്ടത്. ഓം ശ്രീം ഹം ബ്രഹ്മഹി ശ്രീം വരാഹമുഖി ശ്രീം നമഃ. ഓം ശ്രീം ഹം ബ്രഹ്മഹി ശ്രീം വരാഹമുഖി ശ്രീം നമഃ. ഓം ശ്രീം ഹം ബ്രഹ്മഹി
ശ്രീം വരാഹമുഖീ ശ്രീം നമഃ. ഓം ശ്രീം ഹം ബ്രഹ്മഹി ശ്രീം വരാഹമുഖീ ശ്രീം നമഃ. ഓം ശ്രീം ഹം ബ്രഹ്മഹി ശ്രീം വരാഹമുഖീ ശ്രീം നമഃ. ഓം ശ്രീം ഹം ബ്രഹ്മഹി ശ്രീം വരാഹമുഖീ ശ്രീം നമഃ. ഓം ശ്രീം ഹം ബ്രഹ്മഹി ശ്രീം വരാഹമുഖീ ശ്രീം നമഃ. ഓം ശ്രീം ഹം ബ്രഹ്മഹി ശ്രീം വരാഹമുഖീ ശ്രീം നമഃ. ഓം ശ്രീം ഹം ബ്രഹ്മഹി ശ്രീം വരാഹമുഖീ ശ്രീം നമഃ. ഓം ശ്രീം ഹം ബ്രഹ്മഹി ശ്രീം വരാഹമുഖീ ശ്രീം നമഃ. ഓം ശ്രീം ഹം ബ്രഹ്മഹി ശ്രീം വരാഹമുഖീ ശ്രീം നമഃ. 11 തവണ മന്ത്രം ചൊല്ലിയിട്ട് താഴെ 1 by 1 തീരണം, സ്വർണ്ണപ്പണയം എടുക്കണം, നല്ല ജോലി കിട്ടണം, ഇങ്ങനെ എഴുതുക. ഞാൻ വന്നിട്ട് എക്സാമ്പിളായിട്ടാണ് ഈ 3 പ്രോബ്ലംസ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ അടുത്തടുത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ഇരിക്കുന്നുവോ അത് നിങ്ങൾ ലൈനായിട്ട് എഴുതിയിട്ട് പേപ്പർ അങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൂജാമുറിയിൽ അമ്മയുടെ ഫോട്ടോയ്ക്കടുത്ത് വയ്ക്കുക. ബുക്കിന് മേലെ വയ്ക്കുന്നവരാണേൽ ഒരു നൂല് കൊണ്ട് മടക്കി വെച്ചിരിക്കുന്ന പേപ്പർ കെട്ടി വെച്ചോളുക. അമ്മയുടെ ഫോട്ടോ ഉള്ളവർ ഫോട്ടോയുടെ സൈഡിലും കെട്ടി വയ്ക്കാവുന്നതാണ്. അത്രയ്ക്കും ശക്തിയാർന്ന ഒരു മന്ത്രമാണിത്. അമ്മ മനസ്സ് നിറഞ്ഞിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഈ മന്ത്രവും എഴുതി നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും അമ്മ അത് നടത്തിത്തരുന്നതാണ്. അത്രയ്ക്കും ശക്തി ഈ മന്ത്രത്തിനുണ്ട്. സത്യസന്ധമായ ജെനുവിനായ എന്ത് കേട്ടാലും ഇല്ല എന്ന വാക്കില്ല. ചെയ്ത് തന്നിരിക്കും വരാഹിയമ്മ. അത് നമുക്ക് കയ്യിൽ എടുത്തു കൊടുക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തിത്തരും. അതിനാൽ ഇത് നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കിക്കോളുക, മിസ് ചെയ്യരുതേ. ഇനി പീരീഡ്സ് ടൈമിലും നോൺ വെജ് ഒന്നും കഴിച്ചിട്ടും ഈ മന്ത്രം യൂസ് ചെയ്യാൻ പാടില്ല. പുലവായലായ്മ ഉള്ളപ്പോഴും ഉപയോഗിക്കരുത്. നമ്മൾ പീരീഡ്സ് ടൈമിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളിത് ചെയ്യേണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി വീട്ടിലുള്ള വേറെ ആരേലും ചെയ്താലും മതി. എന്നിട്ട് പൂജാമുറിയിൽ വയ്ക്കാൻ പറയുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾക്കിത് ചെയ്യാവുന്നതാണ്. മനസ്സിലായല്ലോ? പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. ഇത് നൈറ്റ് 7-നും 8-നും ഇടയ്ക്ക് തന്നെ ചെയ്യുക, ടൈം മിസ് ചെയ്യരുത്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റില്ല വെച്ചാലും കുഴപ്പമില്ല, വീട്ടിലുള്ള വേറെ ആരെങ്കിലും അതിനു വേണ്ടിയിട്ട് നിയോഗിച്ചു കൊള്ളുക. ഇനി ഇതോടെ റിസൾട്ട് അടുത്ത നാളിൽ തന്നെ കൃത്യമായിട്ട് നടക്കും. ചില പേർക്ക് അത് ലേറ്റാവും, അത് അടുത്ത പഞ്ചമിക്കുള്ളിലെങ്കിലും നടന്നു കിട്ടും. നടക്കുന്നത് വരെയും ഈ പേപ്പർ വയ്ക്കേണ്ടിയ ഇടത്തിൽ വെച്ചേക്കുക. അതായത് ദേവിയുടെ ഫോട്ടോയ്ക്കോ അല്ല വിഗ്രഹത്തിൻ്റെയോ അടുത്തും, അതല്ല വിളക്കിൻ്റെ അടുത്തോ, അതുമല്ല ഇതൊന്നുമില്ലാത്തവർക്ക് ബുക്കിൻ്റെ പുറത്തോ കെട്ടി വെച്ചിരിക്കുക. ഇത് നടന്ന ശേഷം പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഭദ്രമായിട്ട് ബുക്കിനകത്തോട്ട് വെച്ചോളുക. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് നന്നായിട്ട് വർക്കൗട്ടാവും. ഞാൻ ചെയ്ത് നോക്കി, എനിക്ക് ബലം കിട്ടിയതാണ്. എനിക്ക് മാത്രമല്ല ഒത്തിരി പേർക്ക് ബലം കിട്ടിയ ഒരു വഴിപാടാണിത്. സ്ത്രീയെന്നോ പുരുഷനെന്നോ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.
നന്മകൾ എല്ലാവരിലും എത്തിക്കോട്ടെ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.